ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഉച്ച കഴിഞ്ഞ് കൊല്ലം സാമ്പ്രാണിക്കുടി വരെ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഊണൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീതുച്ചേട്ടനും രാഹുലേട്ടനും കൂടി ഒരു ഇന്നോവ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഞാനുണ്ട്, ശ്രുതി ചേച്ചിയുണ്ട്, നിവേദ, നമിക്ക്, കണ്ണൻ, ഞങ്ങളെല്ലാവരും കൂടെ ബാക്കിലിരുന്നത്. പിന്നെ പേരമ്മ, അമ്മ, മായമ്മ, ശ്രീതുച്ചേട്ടൻ, വേണോപ്പൻ. നമ്മളെല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ 150 റുപ്പീസ് ആയിരുന്നു ബോട്ടിൻ്റെ ചാർജ്. നമിക്കിന് മാത്രം വേണ്ട, ബാക്കി എല്ലാവർക്കും വേണമായിരുന്നു. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. സൺഡേയും വെക്കേഷനും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോയിൽ കണ്ടില്ലേ, ഇതുപോലെ ഒത്തിരി ബോട്ടൊക്കെ ഉണ്ട്. നമുക്ക് കയറാൻ വേണ്ടി ഇടിച്ചിടിച്ച് എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 9 പേർക്ക് ഒരുമിച്ചൊരു ബോട്ട് കിട്ടി. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പം നമുക്ക് അപ്പുറത്തെ ഐലൻഡിലോട്ട് പോയി ഇറങ്ങാം. അപ്പോൾ അതാ ആ വലിയ ആൾക്കൂട്ടം കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ അവിടെ മുട്ട് വരെയുള്ള വെള്ളം പോലും ഇല്ല, വെള്ളം വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരെയും അവിടെ ഇറക്കി ഞങ്ങളിതാ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നമ്മുടെ പേരമ്മയും മായമ്മയും അവിടെ കയറി നിന്നു. കാരണം സാരി എടുത്തിട്ടാണ് രണ്ടുപേരും വന്നത്. അപ്പോൾ ഇതുവഴി നടക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ രണ്ടുപേരും അവിടെ കയറ്റി നിർത്തി. വേണോപ്പനാണ് ഞങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പിള്ളേരൊക്കെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത്ര നല്ല വെള്ളമൊന്നും അല്ലായിരുന്നു, കാരണം എല്ലാവരും ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നല്ലോണം ചെളി കുഴഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷേ ഇവർ നല്ലോണം അർമാദിച്ചു. അത് കഴിഞ്ഞ് ഇതാ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പുറത്ത് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവന്മാർക്കും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നെല്ലിക്കയും പൈനാപ്പിളും മേടിച്ചു. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നതുകൊണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത ബോട്ട് പിടിച്ചു. എല്ലാവർക്കും തിരിച്ചു വരാൻ ഒരുമിച്ച് കയറാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പല പല ബോട്ടുകളിലായിട്ട് ഡിവൈഡ് ചെയ്ത് കയറി ഇപ്പുറത്തെത്തി. അന്നേരമാണ് ശ്രീചേട്ടൻ ഒരു ഐഡിയ ഇട്ട് നമുക്ക് കൊല്ലം ബീച്ചും കൂടെ കണ്ടിട്ട് പോകാം. അപ്പോൾ ഞങ്ങളാരും ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും എന്താ ഐസ്ക്രീമൊക്കെ മേടിച്ചു. അവിടെ ഒരുപാട് പേര് പട്ടം ഇങ്ങനെ പറത്തിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. കുറേ പട്ടങ്ങൾ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ ശ്രുതി ചേച്ചി നമിക്കും കൂടെ ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്ു. അപ്പോൾ അവന്മാർ ഇതാ അത് പറത്തി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി അവിടെ നിന്നു. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്താണ് ഞങ്ങൾ. അപ്പം ശ്രീതുച്ചേട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല വീഡിയോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ബീച്ചിൻ്റെ അവിടെ നിന്നിട്ട് കുറേ എൻജോയ് ചെയ്തു. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് കയറുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വേണോപ്പൻ ASI ആയിട്ട് കമ്പനിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ശ്രീതുച്ചേട്ടനും രാഹുലേട്ടനും വണ്ടി ദൂരെ എവിടെയോ ആണ് പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് അതെടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ പോയത് സുപ്രഭാതം ഹോട്ടലിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ എല്ലാവരും വെറൈറ്റി ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ആഫ്റ്റർനൂൺ വൈബിങ് ഫാമിലി വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.